വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഏതൊരു ഓർഗാനിസത്തിനാണെങ്കിലും അതിന് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം വരെയാണ് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ബർത്തിൽ നിന്നും ദ പീരീഡ് ഫ്രം ബർത്ത് ടു ദ നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം റെപ്രസെൻറ്റ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. അതായത് ജനനം മുതൽ അതിൻ്റെ ഒരു നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഒരു പീരീഡിനെ നമ്മൾ ലൈഫ് സ്പാൻ എന്നാണ് പറയുന്നത്. റീപ്രൊഡക്ഷൻ എന്താണ്? റീപ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ്സ്. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗീവ്സ് റൈസ് ടു യങ് വൺസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. എന്താണ് പറയുന്നത്? ഒരു ഓർഗാനിസം അതിൻ്റെ യങ് വൺസിന് അല്ലെങ്കിൽ അതിൻ്റെ ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഓഫ് സ്പ്രിങ്സ് ഗ്രോ, മെച്യൂർ ആൻഡ് ഇൻ ടേൺ പ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്. അതായത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് വളരുന്നു, മെച്യൂർ ആവുന്നു, അതിനുശേഷം അത് പുതിയൊരു യങ് വൺസിനെ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നു. ദസ് ദർ ഇസ് എ സൈക്കിൾ ഓഫ് ബർത്ത്, ഗ്രോത്ത് ആൻഡ് ഡെത്ത്. എന്താണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബർത്ത്, ഗ്രോത്ത്, ഡെത്ത് ഇതിൻ്റെ ഒരു സൈക്കിളാണ് അവിടെ നടക്കുന്നത്. റീപ്രൊഡക്ഷൻ എനാബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. എന്താ സംഭവിക്കുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി ആണ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഓരോ ജനറേഷനുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. When offspring is produced by a single parent with or without the involvement of gamete formation, the reproduction is asexual. അതായത് ഈ ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്നാണ് എന്ന് വിചാരിക്കാം. അതിൽ വിത്ത് ഓർ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ, അവിടെ ഗാമേറ്റ് ഫോർമേഷൻ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. അങ്ങനെ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു റീപ്രൊഡക്ഷനെ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. വെൻ ടു പാരൻസ്, അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് പാരൻസ് തമ്മിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് നടക്കുന്നത് എങ്കിൽ ആൻഡ് ഓൾസോ ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. അതിലെന്തുണ്ടായിരിക്കും? ഈ മെയിലും ഫീമെയിൽ ഗാമേറ്റ്സുകളുടെ ഫ്യൂഷൻ കൂടി അവിടെ നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ നമ്മൾ എന്ത് പറയുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ദിസ് process അല്ലെങ്കിൽ in this method a single individual is capable of producing offspring. ഈ ഒരു മെത്തേഡിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാബിലിറ്റി ഉണ്ടായിരിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് അത് തമ്മിൽ ഐഡൻറ്റിക്കൽ ആണ് എന്നുള്ളത് മാത്രമല്ല, അവ അതിൻ്റെ പാരൻറ്റിൻ്റെ ഒരു എക്സാക്റ്റ് കോപ്പി കൂടി ആയിരിക്കും. ദ ടേം ക്ലോൺ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സച്ച് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. അതായത് മോർഫോളജിക്കലി ആയിട്ടും, അതായത് രൂപത്തിലും ജനറ്റിക്കലായിട്ടും സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ വിളിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. ക്ലോൺ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ among single-celled organisms and in plants and animals with relatively simple organizations. അതായത് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് കോമൺ ആയിട്ട് നടക്കുന്നത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിലും അതുപോലെ പ്ലാന്റ്സ്, അനിമൽസ്, അതായത് വളരെ സിമ്പിൾ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഘടനകളുള്ള പ്ലാന്റ്സിലോ അനിമൽസിലൊക്കെയാണ് ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് നടക്കുന്നത്. ഇൻ പ്രോട്ടിസ്റ്റ് ആൻഡ് മൊനേറൻസ്, പ്രോട്ടിസ്റ്റ അതുപോലെ തന്നെ മൊനേറ ആ ഒരു വിഭാഗത്തിൽ പെട്ടതിന് പാരൻറ്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ന്യൂ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നത്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സൂസ്പോർ ഓഫ് ക്ലാമിഡോമോണാക്സ്, കൊണീഡിയ ഓഫ് പെൻസീലിയം, അതുപോലെ ബഡ്സ് ഇൻ ഹൈഡ്ര, ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്. ഇതൊക്കെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ തന്നെയായിട്ടാണ് ഇവിടെ സെൽ ഡിവിഷൻ ആക്ട് ചെയ്യുന്നത്. മെനി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഒട്ടുമിക്ക സിംഗിൾ സെൽഡ് ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? ഈ സെല്ലിനെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഡിവൈഡ്സ് ഇൻ ടു 2 halves. അത് 2 halves ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ടെണ്ണം ഡിവൈഡായിട്ടുള്ള ഈ ഹാഫ്സുകൾ എന്ത് ചെയ്യുന്നു?
റാപ്പിഡ്ലി ഗ്രോ ചെയ്തിട്ട് അതൊരു അഡൾട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് അമീബ, പാരമീസിയം. ഈസ്റ്റിലാണെങ്കിൽ ദ ഡിവിഷൻ എന്ന് പറയുന്നത് ഈസ് അൺഈക്വൽ ആൻഡ് സ്മോൾ ബഡ്സ് വേർ പ്രൊഡ്യൂസ്ഡ് ദറ്റ് റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി ടു ദ പാരന്റ് സെല്ല് വിച്ച് ഇവൻച്വലി ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് മെച്യൂർഡ് ഇൻ ടു ന്യൂ ഈസ്റ്റ് ഓർഗാനിസം സെൽസ്. ഈസ്റ്റിൽ നടക്കുന്നത് അവിടെ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ, ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ ആയിരിക്കും. അവിടെ സ്മോൾ ബഡ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി അത് പാരന്റ് സെല്ലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് പിന്നെ ഇവൻച്വലി അത് പിന്നെ പതുക്കെ ഗെറ്റ് സെപ്പറേറ്റഡ്, അത് പിന്നെ സെപ്പറേറ്റഡ് ആവുന്നു. ദെൻ അത് മെച്യൂർ ചെയ്തിട്ട് പുതിയ ഈസ്റ്റ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈസ്റ്റ് സെല്ലുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം ഫഞ്ചൈ അതുപോലെ തന്നെ സിമ്പിൾ പ്ലാന്റ്സ് സച്ച് എസ് ആൽഗെ റീപ്രൊഡ്യൂസ് ത്രൂ സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഈ ഫഞ്ചൈ അതുപോലെ തന്നെ ചില പ്ലാന്റ്സ്, സിമ്പിൾ പ്ലാന്റ്സ് ആയിട്ടുള്ള ആൽഗെ, ഇതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വഴിയാണ്. ദ മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ സൂസ്പോസ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സൂസ്പോർ എന്ന് പറയുന്നത്. ഈ സൂസ്പോർ എന്ത് ചെയ്യുന്നു, ദാറ്റ് ആർ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ്. ഇവ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ സ്ട്രക്ചേഴ്സാണ്, മൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കൊണീഡിയ, പെൻസിലിയം, അതിലത്തെയും കൊണീഡിയ, അതുപോലെ ബഡ്സ്, അതായത് ഹൈഡ്രയിൽ ഉണ്ടാകുന്ന ബഡ്സ്, അതുപോലെ സ്പോഞ്ചസുകളിൽ കാണപ്പെടുന്ന ജെമ്യൂൾസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. വൈ ഇൻ എനിമൽസ് ആൻഡ് അതർ സിമ്പിൾ ഓർഗാനിസംസിൽ ഈ അസെക്ഷൽ എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ അൺആംബിഗ്യസ്ലി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു അവ്യക്തമായ രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ പ്ലാന്റ്സിലാണെങ്കിൽ ദ ടേം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ്. സാധാരണയായിട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു ടേമാണ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ഇൻ പ്ലാന്റ്സ് ദ യൂണിറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അപ്പോൾ ഇവിടെ വരുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ് ആർ കപ്പാബിൾ ഓഫ് ഗിവിംഗ് റൈസ് ടു ന്യൂ ഓഫ് സ്പ്രിങ്. റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ്, ഇങ്ങനെയുള്ള ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് പുതിയ ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാബിലിറ്റി ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഒബീവിയസ്ലി, അതുകൊണ്ട് തന്നെ എന്താണ്, സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ്, അപ്പോൾ ഈ ഒരു സ്ട്രക്ചേഴ്സിൻ്റെ ഫോർമേഷന് രണ്ട് പാരൻസ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കില്ല. ദ പ്രോസസ് ഇൻവോൾവ് ഈസ് അസെക്ഷൽ പ്രോസസ്സ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ആ ഒരു മെത്തേഡാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ഫോർമേഷൻ നടക്കുന്നുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. എയ്തർ ബൈ ദ സെയിം ഇൻഡിവിജ്വൽ, ചിലപ്പോൾ അതൊരു സെയിം ഇൻഡിവിജ്വൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് ഇൻഡിവിജ്വൽസിൽ നിന്നും ആയിരിക്കാം. ദീസ് ഗാമേറ്റ് ഫ്യൂസ് ടു ഫോം ദ സൈഗോട്ട്. ഈ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ന്യൂ ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, അതുപോലെ ഒരു സ്ലോ പ്രോസസ്സാണ് ആസ് കമ്പയർഡ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഒരു ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്ങുകൾക്ക് അവ ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല, പാരൻസുമായിട്ട് അവ ഐഡൻറ്റിക്കൽ ആയിരിക്കുകയില്ല. എല്ലാ ഓർഗാനിസങ്ങളും അതിൻ്റെ ലൈഫിൻ്റെ ഒരു സർട്ടൈൻ സ്റ്റേജസുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഗ്രോത്ത്, മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു സർട്ടൈൻ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ദേ ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ഷുവലി. ദാറ്റ് പീരീഡ് ഓഫ് ഗ്രോത്തിനെയാണ് നമ്മൾ, അത്തരത്തിലുള്ള ആ പീരീഡ് ഓഫ് ഗ്രോത്തിനെ നമ്മൾ ജുവനൈൽ ഫേസ് എന്നാണ് പറയുന്നത്. എന്താണ് ജുവനൈൽ ഫേസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ദിസ് ഫേസ് ഈസ് ഓഫ് വാരിയബിൾ ഡ്യൂറേഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. പലതരത്തിലുള്ള ഓർഗാനിസത്തിലാണെങ്കിൽ പലതരത്തിലുള്ള വാരിയബിൾ ആയിട്ടുള്ള ഡ്യൂറേഷൻസ് ആണ് ഈ ഒരു ഫേസിൽ ഉണ്ടായിരിക്കുക.
പ്ലാസൻ്റൽ മാമൽസ് അതിലുള്ള ഫീമെയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവ ഒരു സൈക്ലിക് ചേഞ്ചസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഓവറീസ്, അതുപോലെ തന്നെ ആക്സസറി ഡക്റ്റ്, അതുപോലെ ഹോർമോൺസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് വഴി ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു ചേഞ്ചസ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള മാമൽസ് ആണെങ്കിൽ ലൈക്ക് കൗസ്, ഷീപ്പ്, റാറ്റ്സ്, ഡിയർ, ഡോഗ്, ടൈഗർ എക്സെട്ര, അങ്ങനെയുള്ള നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള മാമൽസിലാണെങ്കിൽ പ്രൊഡക്ഷൻ സമയത്തുണ്ടാവുന്ന ഇത്തരത്തിലുള്ള സൈക്ലിക്കൽ ചേഞ്ചസിനെ ഓസ്റ്റർ സൈക്കിൾ എന്നാണ് പറയുന്നത്. അതേപോലെ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള എനിമൽസ് അല്ലെ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള മമ്മൽസിലാണെങ്കിൽ മങ്കീസ്, എയ്ബ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻസ്, അവരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്ലിക്കൽ ചേഞ്ചസിനെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. Many mammals, especially those living in natural wild conditions, അതായത് ഒരു വൈൽഡ് കണ്ടീഷൻസിലൊക്കെയാണ് ജീവിക്കുന്ന മാമൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവ ഒരു ഫേവറബിൾ സീസൺ വരുമ്പോൾ മാത്രമാണ് അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഇത്തരത്തിലുള്ള ഒരു സൈക്ലിക് ചേഞ്ചസുകൾ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ എന്ത് പറയുന്നു, സീസണൽ ബ്രീഡേഴ്സ് എന്നാണ് പറയുന്നത്. മെനി അതർ മമ്മൽസ് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ് ആർ ഹെൻസ് കോൾഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എന്താ പറയുന്നത്, മറ്റ് ചില മാമൽസ് ആണെന്നുണ്ടെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസ് മൊത്തത്തിൽ ഇത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആണെങ്കിൽ അത്തരത്തിലുള്ള മാമൽസിന് നമ്മൾ എന്ത് പറയുന്നു, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നാണ് പറയുന്നത്. The end of the reproductive phase can be considered as one of the parameters of senescence or old age. ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ അവസാനം, ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ പാരാമീറ്റർ ഓഫ് സെനസെൻസ്, അതായത് വാർദ്ധക്യത്തിൻ്റെ ഒരു പാരാമീറ്ററായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. There are concomitant changes in the body like slowing of metabolism etc. during this last phase of lifespan. നമ്മുടെ ഈ ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് സ്പാനിൽ വെച്ചിട്ട് എന്തായിരിക്കും, കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എന്തായിരിക്കും, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആവും. മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നു. ഓൾഡ് ഏജ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത്. ഓൾഡ് ഏജ് അത് ഡെത്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. Events in sexual reproduction. Sexual reproduction is characterized by first one, fusion അല്ലെങ്കിൽ fertilization of the male and female gametes. Second one ആണ് formation of zygote, zygote formation, and third one is embryogenesis. For the convenience, these sequential events may be grouped into three distinct stages. മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ആയിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇനി പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ prior to the fusion of gamete. ഈ ഗാമേറ്റ്സ് ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പുള്ള എല്ലാ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവൻറ്റ്സും വരുന്നതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണുള്ളത്, ഗാമറ്റോജെനിസിസും ഗാമേറ്റ് ട്രാൻസ്ഫറും. എന്താണ് ഗാമറ്റോജെനിസിസും ഗാമേറ്റ് ട്രാൻസ്ഫറും? Gametogenesis. Gametogenesis refers to the process of the formation of the two type of gametes. Gametogenesis എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഗാമേറ്റുകളുടെ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സുകളുടെ ഫോർമേഷൻ, ആ ഒരു പ്രോസസ്സിനാണ് ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഗാമേറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ്. ഈ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സെൽസ് ആയിരിക്കും. ഇൻ സം ആൽഗെ ദ ടു ഗാമേറ്റ്സ് ആർ സോ സിമിലർ ഇൻ അപ്പിയറൻസ്. ഇൻ ചില ആൽഗകളിൽ ഈ രണ്ട് ഗാമേറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ അപ്പിയറൻസിൽ അത് സിമിലർ ആയിരിക്കാം. ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കാറ്റഗറൈസ് ദം ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മെയിൽ ഗാമേറ്റ് എന്നും ഫീമെയിൽ ഗാമേറ്റ് എന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ആർ ഹെൻസ് കോൾഡ് ഹോമോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ ഐസോ ഗാമേറ്റ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ഗാമേറ്റ്സുകളെ നമ്മൾ ഹോമോ അല്ലെങ്കിൽ ഐസോ ഗാമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള, അതായത് ഐസോ ഗാമേറ്റ്സും അതുപോലെ തന്നെ ഹെട്രോ ഗാമേറ്റ്സും അതിൻ്റെയൊക്കെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്.
ഒട്ടുമിക്ക സെക്ഷുവൽ റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലാണെങ്കിലും ഈ ഗാമെറ്റ്സ് എന്ന് പറയുന്നത് ആർ ഓഫ് ടു മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ആയിരിക്കും. രണ്ടും മോർഫോളജിക്കലി അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അതിനെ നമ്മൾ ഹെറ്ററോഗാമീറ്റ്സ് എന്നാണ് പറയുന്നത്. ഇൻ സച്ച് ഓർഗാനിസംസ് ദ മെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് ആന്ത്രോസോയിഡ്. മെയിൽ ഗാമേറ്റ്സ് നമ്മൾ എന്ത് പറയുന്നു? ആന്ത്രോസോയിഡ് എന്ന് പറയുന്നു, ഓർ സ്പേം എന്നും പറയുന്നുണ്ട്. ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് നമ്മൾ എഗ് അല്ലെങ്കിൽ ഓവം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, മെയിൽ ഗാമേറ്റ് ആണെങ്കിൽ നമ്മളതിനെ ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നു. ഫീമെയിൽ ഗാമേറ്റിന് നമ്മൾ എഗ് അല്ലെങ്കിൽ ഓവം എന്നാണ് പറയുന്നത്. പ്ലാന്റ്സ് മേ ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. പ്ലാന്റ്സിൽ ചിലപ്പോൾ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ടായിരിക്കാം. അതിന് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയുന്നു. ഓർ ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഒന്നുകിൽ ചിലപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടും ഉണ്ടായിരിക്കാം. അതിനെ നമ്മൾ യൂണിസെക്ഷൽ പ്ലാന്റ്സ് എന്നും പറയുന്നുണ്ട്. ഇൻ സെവറൽ ഫംജൈ ആൻഡ് പ്ലാന്റ്സ് ടേംസ് സച്ച് ആസ് ഹോമോതാലിക് ആൻഡ് മൊണേഷ്യസ് ആർ യൂസ്ഡ് ടു ഡിനോട്ട് ദ ബൈസെക്ഷൽ കണ്ടീഷൻസ്. അതായത് സെവറൽ ഫംജൈ അതുപോലെ തന്നെ പ്ലാന്റ്സിലൊക്കെ ഈ ബൈസെക്ഷൽ കണ്ടീഷൻസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഹോമോതാലിക് അല്ലെങ്കിൽ മൊണോഈഷ്യസ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിസെക്ഷൽ കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഹെറ്ററോതാലിക് അല്ലെങ്കിൽ ഡയേഷ്യസ് എന്ന് പറയുന്ന ടേംസാണ് യൂസ് ചെയ്യുന്നത്. ഇൻ സം ഫ്ലവറിങ് പ്ലാന്റ്സ് യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് സ്റ്റാമിനേറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ബിയറിങ് സ്റ്റേമെൻസ്. ഇനി ഫീമെയിൽ ആണെങ്കിൽ അത് പിസ്റ്റിലേറ്റ് ആണ് അല്ലെങ്കിൽ ബിയറിങ് പിസ്റ്റൽസ് ആണ്. ഇൻ സം ഫ്ലവറിങ് പ്ലാന്റ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് മേ ബി പ്രസൻറ്റ് ഓൺ ദ സെയിം ഇൻഡിവിജ്വൽ, മോണോഈഷ്യസ് ഓർ ഓൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ്. മൊണേഷ്യസ് പ്ലാന്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ് കുർക്കുബിറ്റ്സ്, അതുപോലെ തന്നെ കൊക്കനട്ട്സ്. ഡിയേഷ്യസ് പ്ലാന്റ്സിനാണെങ്കിൽ പപ്പായ ആൻഡ് ഡേറ്റ് പാം. ബൈസെക്ഷൽ അനിമൽസിനുള്ള എക്സാമ്പിൾസ് ആണ് എർത്ത് വം, സ്പോഞ്ച്, ടേപ്പ് വം ആൻഡ് ലീച്ച്. ഇതിൽ എന്തായിരിക്കും, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടായിരിക്കും. ഇവയെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമ്പിളാണ്, യൂണിസെക്ഷൽ സ്പീഷീസിനുള്ള ഒരു എക്സാമ്പിളാണ് കോക്രോച്ച് എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ. ഗാമേറ്റ്സ് ഇൻ ഓൾ ഹെറ്ററോഗാമറ്റിക് സ്പീഷീസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ് ഉണ്ടായിരിക്കുക, മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ഈ ഗാമേറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കാം. നമ്മൾ ഈ ഹാപ്ലോയിഡ്, അപ്പോൾ ഈ ഒരു ഗാമേറ്റ് വരുന്ന ഈ പാരൻറ്റ് ബോഡി എന്ന് പറയുന്നത് ഏതൊരു ഹാപ്ലോയിഡോ അല്ലെങ്കിൽ ഡിപ്ലോയിഡോ ആയിരിക്കാം. എ ഹാപ്ലോയിഡ് പാരൻറ്റ് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഹാപ്ലോയിഡ് പാരൻറ്റ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെവറൽ ഓർഗാനിസംസ് ബിലോങ്ങിങ്സ് ടു Monera, fungi, algae and bryophytes have haploid plant body. Monera, ഫഞ്ചൈ, ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ് ഇവയ്ക്കെല്ലാം ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ എനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്, അവയുടെ പാരൻ്റൽ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഒബീവിയസ് ദാറ്റ് മ്യൂസിസ് ദ റിഡക്ഷൻ ഡിവിഷൻ ഹാസ് ടു ഒക്കേഴ്സ് ഇഫ് ദ ഡിപ്ലോയിഡ് ബോഡി ഹാസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമെറ്റ്സ്. അതായത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ബോഡി ഒരു ഹാപ്ലോയിഡ് ഗാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിഡക്ഷൻ ഡിവിഷൻ, അതായത് മിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എ ഡിപ്ലോയിഡ് ഓർഗാനിസം സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് മിയോസൈറ്റ്സ്, അതായത് ഗാമേറ്റ് മദർ സെൽ എന്നാണ് പറയുന്നത്, ദാറ്റ് അണ്ടർഗോ മിയോസിസ്, അതാണ് പിന്നീട് മിയോസിസിലേക്ക് പോകുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ്, ഈ ഒരു മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോം, ഒരു സെറ്റ് ഓഫ് ക്രോമസോമാണ് ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഈച്ച് ഗാമറ്റ്, ഓരോ ഗാമറ്റുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഗാമറ്റ് ട്രാൻസ്ഫർ, അപ്പോൾ ഈ ഗാമറ്റ്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം അപ്പോൾ ആഫ്റ്റർ ദെയർ ഫോർമേഷൻ ഈ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും മസ്റ്റ് ബി ഫിസിക്കലി ബ്രോട്ട് ടുഗദർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ് ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ്, ഒട്ടുമിക്ക ഓർഗാനിസത്തിലും ഈ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് മോട്ടയിലും ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറിയും ആയിരിക്കും. പിന്നെ എക്സെപ്ഷനായി പറയുന്നത് ചില ഫഞ്ചൈ ആൻഡ് ആൽഗീസിലാണെങ്കിൽ ബോത്ത് ടൈപ്പ് ഓഫ് ഗാമേറ്റ്സും മോട്ടയിലായിരിക്കും. ദർ ഈസ് എ നീഡ് ഫോർ എ മീഡിയം ത്രൂ വിച്ച് ദ മെയിൽ ഗാമേറ്റ്സ് ടു മൂവ്. എന്താണ്? ഈ മെയിൽ ഗാമേറ്റിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. ഇൻ സെവറൽ സിമ്പിൾ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ലൈക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് അങ്ങനെയുള്ള ചില പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടറാണ് ഇവിടെ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ടറാണ് ഇവിടെ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. വിച്ച് ദിസ് ഗാമേറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഈ ഗാമേറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്.
Large number of male gametes, however, fail to reach the ഫീമെയിൽ ഗാമെറ്റ്സ്. ഇതിൽ ഒത്തിരി നമ്പർ മെയിൽ ഗാമെറ്റ്സുകൾക്കും ഈ ഫീമെയിൽ ഗാമെറ്റ്സിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് പറ്റാറില്ല. ടു കോമ്പൻസേറ്റ് ദിസ് ലോസ് ഓഫ് മെയിൽ ഗാമെറ്റ്സ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്, ദ നമ്പർ ഓഫ് മെയിൽ ഗാമെറ്റ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് സെവറൽ തൗസൻഡ് ടൈംസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഗാമെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മൾ പറഞ്ഞു ഈ മെയിൽ ഗാമെറ്റ്സ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമെറ്റ്സിനും ഈ ഫീമെയിൽ ഗാമെറ്റ്സിൻ്റെ അടുത്തോട്ട് റീച്ച് ആവാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ്, അതായത് ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള സെവറൽ തൗസൻഡ് ടൈംസ് കൂടുതലായിട്ട് ഈ മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ സീഡ് പ്ലാന്റ്സിലാണെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ആർ ദ കാരിയർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആൻഡ് ഓവ്യൂൾ ഹാവ് ദ എഗ്. എന്താണ് സീഡഡ് പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളൻ ഗ്രെയിൻസ് ആണ് ഇവിടെ കാരിയറായിട്ട് മെയിൽ ഗാമേറ്റ്സിൻ്റെ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഓവ്യൂൾസിൽ എന്തുണ്ടായിരിക്കും, എഗ്ഗും ഉണ്ടായിരിക്കും. പൊളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആന്തറിലാണ് പൊളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെർഫോർ ഹാവ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റിഗ്മ ബിഫോർ ഇറ്റ് ക്യാൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈറ്റൽ ഇവൻറ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള ഒരു വൈറ്റൽ ഇവൻ്റ് ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സിൻഗമി. ഇതിനെ സിൻഗമി എന്നും വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സൈഗോട്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദ ടേം ഫെർട്ടിലൈസേഷൻ ഈസ് ഓൾസോ ഓഫൺ യൂസ്ഡ് ഫോർ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ സം ഓർഗാനിസംസ് ലൈക്ക് റോട്ടിഫേഴ്സ്, ഹണി ബീസ് ആൻഡ് ഈവൻ സം ലിസാർഡ്സ് ആൻഡ് ബേർഡ്സ്, ദ ഫീമെയിൽ ഗാമെറ്റ്സ് അണ്ടർഗോ ഡെവലപ്മെൻറ്റ് ടു ഫോം ന്യൂ ഓർഗാനിസംസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ചില ഓർഗാനിസംസിൽ റോട്ടിഫേഴ്സ്, ഹണി ബീസ്, അതുപോലെ തന്നെ ചില ലിസാർഡ്, ബേർഡ്സ്, അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ ഈ ഫീമെയിൽ ഗാമെറ്റ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫിനോമിനേനെയാണ് നമ്മൾ പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. എന്താണ് പാർത്തനോജെനിസിസ്? ഇനി എവിടെ വെച്ചിട്ടാണ് ഈ സിൻഗമി നടക്കുന്നതെന്ന് നോക്കാം. ഇനി ഒട്ടുമിക്ക അക്വാട്ടിക് ഓർഗാനിസംസിലും സച്ച് ആസ് എ മെജോറിറ്റി ഓഫ് ആൽഗെ, അതുപോലെ ഫിഷസ് ആസ് വെൽ എസ് ആംഫീബിയൻസ്. അപ്പോൾ ഇതിലെല്ലാം ഈ സിൻഗമി നടക്കുന്നത് എക്സ്റ്റേണൽ മീഡിയം ആയിട്ടുള്ള വെള്ളത്തിൽ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗാമറ്റിക് ഫ്യൂഷനെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഷോസ് എ ഗ്രേറ്റ് synchrony between the sexes and releases a large number of gametes into the surrounding medium in order to enhance the chances of സിൻഗമി. അപ്പോൾ എന്താ പറയുന്നത്, ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് അവർ ഒരു സിൻക്രോണി കാണിക്കുന്നുണ്ട്. അതായത് ഈ സെക്സസുകളുടെ ഇടയിൽ ഒരു സിൻക്രോണി കാണിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സിനെ ഈ ഒരു സറൗണ്ടിങ് മീഡിയം ആയിട്ടുള്ള ഈ വെള്ളത്തിലോട്ട് റിലീസ് ചെയ്ത് വിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സിൻഗമിയുടെ ചാൻസസിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിൻക്രണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോർഡിനേഷൻ കാണിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. ഇൻ മെനി ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, അതായത് ബിലോങ്ങിങ്സ് ടു ഫഞ്ചൈ, ഹയർ അനിമൽസ് സച്ച് ആസ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, മമ്മൽസ്, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം. അപ്പോൾ ഇവയിലൊക്കെ ഈ സിൻഗമി നടക്കുന്നത് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം, ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ഈ ഓർഗാനിസത്തിൽ എഗ്ഗ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലായിരിക്കും. അവിടെ വെച്ചിട്ടാണ് മെയിൽ ഗാമേറ്റായിട്ട് ഇത് ഫ്യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൽ ദ മെയിൽ ഗാമേറ്റ് ഈസ് മൊട്ടയിലായിരിക്കും ആൻഡ് ഹാസ് ടു റീച്ച് ദ എഗ് ഇൻ ഓർഡർ ടു ഫ്യൂസ് വിത്ത് ഇറ്റ്. എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്പേമിൻ്റെ കൗണ്ട് ഇവിടെ കൂടുതലായിരിക്കും. പിന്നെ സീഡ് പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നോൺ മോട്ടൈലായിട്ടുള്ള മെയിൽ ഗാമേറ്റ്സിനെ ക്യാരി ചെയ്തിട്ട് ഫീമെയിൽ ഗാമേറ്റിലോട്ട് എത്തിക്കുന്നത് പോളൻ ട്യൂബ്സ് ആണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ടിൻ്റെ ഫോർമേഷന് ശേഷമുള്ള ഇവൻറ്റ്സുകളെയാണ് നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്.
ദ സൈഗോട്ട്, ഇനി എന്താ സൈഗോട്ട് നോക്കാം. ഫോർമേഷൻ ഓഫ് ദ ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് യൂണിവേഴ്സൽ ഇൻ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. അതായത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലും ഇത് യൂഷ്വലി അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇൻ ഓർഗാനിസംസ് വിത്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉള്ള ഓർഗാനിസത്തിലാണെങ്കിൽ ഈ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. യൂഷ്വലി അത് വാട്ടർ ആയിരിക്കും. വരാസ് ഇൻ ദോസ് എക്സിബിറ്റിംഗ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഇപ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത് എങ്കിൽ അതിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലായിരിക്കും. ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട്, ഈ സൈഗോട്ടിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിനെയും അതുപോലെ തന്നെ ആ ഒരു ഏത് എൻവറോൺമെൻറ്റിലോട്ടാണോ ഇത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എൻവറോൺമെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇൻ ഓർഗാനിസംസ് ബിലോങ്ങിങ്സ് ടു ഫഞ്ചൈ ആൻഡ് ആൽഗെ, ഫംഗൈ ആൻഡ് ആൽഗെ ആണെങ്കിൽ അതിൻ്റെ ഈ സൈഗോട്ട് ഡെവലപ്സ് എ തിക്ക് വോൾ ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ്. അപ്പോൾ എന്താണ് ഈ ഫംഗൈ അതുപോലെ തന്നെ ആൽഗെ അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഈ സൈഗോട്ട് ഒരു തിക്കായിട്ടുള്ളൊരു വോള് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ ഡെസിക്കേഷൻ അതുപോലെ തന്നെ ഡാമേജുകൾക്കൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. സൈഗോട്ട് ഈസ് ദ വൈറ്റൽ ലിങ്ക്, സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ ലിങ്കാണ് ദാറ്റ് എൻഷുർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസ്. അതെന്ത് ചെയ്യുന്നു, ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റീനെ എൻഷുർ ചെയ്യുന്നു ബിറ്റ്വീൻ ഓർഗാനിസംസ് ഓഫ് വൺ ജനറേഷൻ ആൻഡ് ദ നെക്സ്റ്റ്. എവറി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ബിഗൈൻ ലൈഫ് ആസ് എ സിംഗിൾ സെല്ല്. അതായത് ഏതൊരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ആയാലും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ലൈഫ് ബിഗൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നായിരിക്കും, ആ സിംഗിൾ സെല്ലായിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. ഈ ഒരു സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എംബ്രിയോജെനിസിസ് നടക്കുന്ന സമയത്ത് ഈ സൈഗോട്ട് എന്ത് സംഭവിക്കുന്നു? സൈഗോട്ട് അണ്ടർഗോ സെൽ ഡിവിഷൻ, മൈറ്റോസിസും അതുപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷനും ഇതിന് ഈ സൈഗോട്ടിന് സംഭവിക്കുന്നുണ്ട്. സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ഡെവലപ്പിംഗ് ദ എംബ്രിയോ. അതായത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ സെൽസിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണ് സെൽ ഡിവിഷൻ ചെയ്യുന്നത്. സെൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഹെൽപ്സ് ഗ്രൂപ്പ് ഓഫ് സെൽസ്, അവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെ എന്തിന് സഹായിക്കുന്നു? ടു അണ്ടർഗോ സർട്ടൈൻ മോഡിഫിക്കേഷൻ, ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്നു. ടു ഫോം സ്പെഷ്യലൈസ്ഡ് സെൽസ്, എന്നിട്ട് അതിനൊരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസായിട്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഓർഗൻസ് ഫോം ചെയ്യുന്നതിനും അതുവഴി ടു ഫോം എൻ ഓർഗാനിസം, അങ്ങനെ ഒരു ഓർഗാനിസത്തിനെ അത് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു oviparous and viviparous based on whether the development of zygote take place outside the body of the female parent or inside. അതായത് ഈ എനിമൽസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഒവിപാരസും വിവിപാരസും. എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഈ ഒരു സൈഗോട്ട് എവിടെ വെച്ചിട്ടാണ് ആ ഒരു സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്? അതായത് ഔട്ട്സൈഡ് ആണോ, അതായത് ഈ ഫീമെയിൽ പാരൻറ്റിൻ്റെ ബോഡിക്ക് പുറത്തായിട്ടാണോ അതോ ഉള്ളിലായിട്ടാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വെദർ ദേ ലേസ് ഫെർട്ടിലൈസ്ഡ് ഓർ അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ഓർ ഗിവ് ബർത്ത് ടു യങ് വൺസ്. ഇൻ ഒവിപാരസ് എനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ ഈ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് പോലുള്ള ഒവിപാരസ് എനിമൽസിൽ അവരുടെ ഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ള കാൽസറസ് ആയിട്ടുള്ള ഒരു ഷെല്ല് കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ആർ ലെയ്ഡ് ഇൻ ദ സേഫ് പ്ലേസ്, എന്നിട്ട് അത് അവരിടുന്നത് ഒരു സേഫ് പ്ലേസിലായിരിക്കും ഇൻ ദ എൻവറോൺമെൻറ്റ്. അതിനുശേഷം ഒരു ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യങ് വൺസ് അതിൽ നിന്നും പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ വിവിപാരസിലാണെങ്കിലോ വിവിപാരസ് എനിമൽസ് മെജോറിറ്റി ഓഫ് മമ്മൽസ് കേട്ടോ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്, നമ്മളടക്കം വിവിപാരസ് എനിമൽസിലാണ് വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് ഡെവലപ്സ് ഇൻ ടു എ യങ് വൺ ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സൈഗോട്ട്
ഒരു യങ് വണ്ണായിട്ട് മാറുന്നത്. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൈൻ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, അപ്പോൾ ഒരു സർട്ടൈൻ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഒക്കെ അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു യങ് വൺസ് എന്ന് പറയുന്നത് ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം, അത് ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്നും അത് പുറത്തോട്ട് ഡെലിവേർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു യങ് വൺസിന്. ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എംബ്രിയോണിക് കെയറും അതുപോലെ പ്രൊട്ടക്ഷനും ഉള്ളത് കൊണ്ട് തന്നെ ദ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ്. അപ്പോൾ ഈ വിവിപാരസ് ഓർഗാനിസത്തിൽ ആ ഒരു യങ് വൺസിൻ്റെ സർവൈവലിൻ്റെ ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഓവ്യൂളിൻ്റെ ഉള്ളിലായിരിക്കും. ഒരു ഫെർട്ടിലൈസേഷന് ശേഷം ഇതിൻ്റെ സെപ്പൽ, പെറ്റൽ, സ്റ്റേമൻസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു, വിതർ ആൻഡ് ഫോൾ ഓഫ്, അതെല്ലാം വാടി അങ്ങനെ പോവാണ് ചെയ്യുന്നത്. ദ പിസ്റ്റൽസ് however remains attached to the plant. The zygote develop into the embryo and the ovule develops into ദ സീഡ്. എന്താ ചെയ്യുന്നത്, സൈഗോട്ട് എന്നും പറയുന്നത് എംബ്രിയോ ആയിട്ട് മാറുകയും ഓവ്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സീഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ ഓവറി ഡെവലപ്പ് ഇൻ ടു ദ ഫ്രൂട്ട്, ഇതിലുള്ള ഓവറി എന്ത് ചെയ്യുന്നു, അത് ഫ്രൂട്ടായിട്ട് മാറുന്നു. വിച്ച് ഡെവലപ്സ് എ തിക്ക് വോൾ, അതൊരു തിക്ക് വോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ, അതിനെന്തായാലും ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ പെരികാർപ്പിന്. ആഫ്റ്റർ ഡിസ്പേഴ്സൽ സീഡ്സ് ജെർമിനേറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. എന്താ ചെയ്യുന്നത്, ഈ ഡിസ്പേഴ്സലിന് ശേഷം സീഡുകളെല്ലാം കൂടിയിട്ട് സീഡുകളൊക്കെ ജെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകളെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചില പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സിൻ്റെ സീഡുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് പെരികാർപ്പിൻ്റെയും പിക്ചറാണ് തന്നിരിക്കുന്നത്.